தொல்லை கஷ்டங்கள் சோழ்ந்திடும், துன்பம் துக்கம் வரும், இன்பத்தில் துன்பம் நேர்ந்திடும், இருளாய் தோன்றும் എങ്കും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരാം. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ദിവ്യ സ്വഭാവം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് അല്ല ക്രിസ്ത്യൻ ക്യാരക്ടർ. ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ക്രിസ്ത്യൻ ക്യാരക്ടർ ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിൽ വളരാനായിട്ട് ക്രിസ്തീയ ശിക്ഷണങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ വേദവസം വായിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊക്കെ നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ദിവ്യ സ്വഭാവം നമ്മളിൽ പ്രകടമാകുവോളം നമ്മൾ അതിനുവേണ്ടി ശരിക്കും പരിശ്രമം അത്യാവശ്യമാണ്. ദിവ്യ സ്വഭാവം ദിവ്യ ശിക്ഷണമല്ല എന്നറിയുമ്പോഴാണ് ആ ദിവ്യ സ്വഭാവം പ്രായോഗിക തലത്തിൽ എങ്ങനെയെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പഴയ നിയമത്തിലെ ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്ന് അത് പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ മോശയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ നവോമിയുടെയും രൂത്തിന്റെയും ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ എടുത്ത ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ ജീവിതത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ യേശുക്രിസ്തുവിന്റെ സ്വഭാവം അവരിൽ എങ്ങനെ കണ്ടു അത് നമ്മൾ എടുക്കുകയാണ്. പിന്നെ അത് ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കും ആ സ്വഭാവം പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണമല്ലോ, ഇല്ലേ? ഇപ്പൊ നവോമിയുടെയും രൂത്തിന്റെയും ചരിത്രം പഠിക്കാൻ നമുക്ക് ഈസിയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അമ്മാവിയമ്മയും മരുമകളും ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്, ഇല്ലേ? അല്ലാതെ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈ മാറി നിന്ന് പഠിക്കാൻ എളുപ്പമാണ്, ഇല്ലേ? അപ്പം ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ പശുവിനെ പുല്ല് തീറ്റിക്കണമെങ്കിൽ പശുവിന്റെ കൂടെ നടക്കണം, ചിലപ്പോൾ കുത്തുകൊണ്ടൊന്നും ഇരിക്കും. അപ്പൊ ആ പ്രയോഗത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞ ഇതാണ്, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും അവർക്ക് വേണ്ടി ജീവിച്ചവരല്ല. അബ്രഹാമോ മോശയോ നവോമിയോ റൂത്തോ ഒന്നും അവർക്ക് വേണ്ടി ജീവിക്കാൻ പരിശ്രമിച്ചില്ല. അവരെപ്പോഴും മറ്റുള്ളവരുടെ ഗുണമാണ് നോക്കിയത്. അത് ക്രിസ്തീയ സ്വഭാവത്തിന്റെ അടിസ്ഥാനശിലയാണ്. യേശുക്രിസ്തുവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവനു വേണ്ടി തന്നെ ജീവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഇതേപോലെ തന്നെ ശമൂവേലിന്റെ ജീവിതത്തിലെ ഒരൊറ്റ ഭാഗം മാത്രം എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 3-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോട് പറഞ്ഞു തന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു, നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി, എന്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങളുടെ നായകനായിരുന്നു. ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാനത് മടക്കിത്തരാം. അക്കൗണ്ടബിലിറ്റി. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഒരു മറ്റു തലമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അത് ഞാനും ദൈവവും നമ്മൾ തീർത്തോളാം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. പക്ഷെ അങ്ങനെയല്ല. ശമൂവേൽ പറയാണ്, നിങ്ങളൊന്ന് പറ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച വന്നിട്ടില്ലെന്നല്ല ഇവിടെ ശമൂവേൽ പറയുന്നത്. ശമൂവേൽ പറയുന്നത്, ഞാനത് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്യാം? മടക്കിത്തരാം, ഇല്ലേ? അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ആര് തയ്യാറാ? ശമൂവേൽ തയ്യാറാ. ഇപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല, അതുകൊണ്ട് യേശുവിനെ അത് തിരുത്തേണ്ടി വരത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ യേശു അല്ല, യേശുവിനെ പോലെയാവുകയാണ്. നമ്മൾ യേശു ആവുകയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പറ്റാൻ സാധ്യതയുണ്ട്? തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
ഞാൻ ഈ പഠിപ്പിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ബിബ്ലിക്കൽ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പറ. എനിക്ക് തെറ്റിക്കൂടാവരവൊന്നുമില്ല, ഇൻഫോളബിൾ ഒന്നുമല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതായ കാര്യങ്ങളിൽ, ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ച ബിബ്ലിക്കലായിട്ടുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ 100 കൂട്ടം കുറ്റം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയേക്കും. എൻ്റെ ഭാഷയിലോ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും സ്ലിപ്പ് ഓഫ് ടങ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നാക്ക് തെറ്റിപ്പോകുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടാകുക. അതല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും അടിസ്ഥാനപരമായ ആശയത്തിലൊരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞാൻ തിരുത്താം. എൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? പറഞ്ഞതാ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ മാറത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ മാറുകയില്ല എന്ന് പറയുന്നതല്ല ആത്മീയത, ഞാൻ മാറാൻ തയ്യാറാണെന്ന് പറയുന്നതാണ് ആത്മീയത. മാറാൻ എനിക്ക് തെറ്റ് പറ്റുകയില്ലെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എനിക്ക് തെറ്റ് പറ്റാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. വാസ്തവത്തിൽ ഈ സൗമ്യതയുടെ ഒരു ഭാഗം കൂടെയാണത്, ഇല്ലേ? സൗമ്യത പറയുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ബോധ്യം തീർച്ചയായിട്ടും ആർക്കുണ്ട്? ശമൂവേലിന് ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഒരാൾ അല്ല, നീ പറഞ്ഞതുപോലല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മടക്കിത്തരാം. നമ്മുടെ ജീവിതത്തിലും ഇതേപോലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്കുള്ളത്. എന്നാൽ ഇത് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും അക്കൗണ്ടബിൾ ആണെന്നുള്ളതാണ്. ദൈവത്തോട് മാത്രമല്ല നമ്മുടെ അക്കൗണ്ടബിലിറ്റി, ആരോടും കൂടെ ഉണ്ട്, മനുഷ്യരോടും ഉണ്ട്. ഞാൻ മനുഷ്യരോട് അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, ഇവിടെ ശമൂവേൽ പറയാണ് ഞാൻ അക്കൗണ്ടബിൾ ആണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? യേശുവിനറിയാം, യേശുവിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ ഒരിക്കലും ആർക്കും കഴിയുകയില്ല. എന്നിട്ടും കർത്താവ് എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടേ പറ. പറയാനില്ല എന്നുള്ളത് കർത്താവിനറിയാം. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളോട് പറയാണ്, ഐ ആം ബിഫോർ യു, ഞാൻ നിങ്ങളുടെ മുന്നിലാണ്. അത് ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്, പേടിയിൽ നിന്നല്ല പറയുന്നത്. ചിലപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു, അവൻ പാപം ചെയ്യുമായിരുന്നോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല. പലപ്പോഴും പരീക്ഷയിൽ ഇനി യേശു അകപ്പെട്ടു പോകുമായിരുന്നു. ചിലപ്പോൾ ആളുകൾ പറയും, വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഏതാണെങ്കിലും പിശാചിന്റെ എല്ലാ പരീക്ഷയും കർത്താവ് ജയിച്ചു. എൻ്റെ ദൈവമേ, എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഏത്? യേശു പാപത്തെ ജയിച്ചത് വളരെ കഷ്ടപ്പെട്ടാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അപ്പൊ യേശു കർത്താവ്, യേശു ദൈവമാണ്. എന്നെ സംബന്ധിച്ചുള്ള യേശു ദൈവമാണ്, യേശു മനുഷ്യനുമാണ്. അപ്പൊ യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, പിന്നെ എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത്? സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അത്. യേശുവിന് പാപം ചെയ്യാൻ കഴിയുകയില്ലായിരുന്നെങ്കിൽ എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത്? ഞാൻ യേശുവിന്റെ സ്നാനവും പ്രലോഭനങ്ങളും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശുവിനെ പ്രലോഭിപ്പിക്കാൻ പിശാച് വന്നപ്പോൾ ഒരുപക്ഷെ പിശാചിന് തോന്നലുണ്ടായിരുന്നിരിക്കും, ഇവനെ എനിക്ക് വീഴിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ തോന്നിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യത്തില്ല? യേശുവിന്റെ പിന്നാലെ പോകത്തില്ലായിരുന്നു. പക്ഷേ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ ആത്മാവിന് ബോധ്യം ഉണ്ടായിരുന്നു ഇവൻ താഴെ പോകത്തില്ലെന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പോയി പരീക്ഷിച്ചിട്ട് വാ എന്ന് പറയത്തില്ലേ? പിന്നെ യേശുവിന്റെ പ്രലോഭനങ്ങൾ യേശുവിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാ. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളൊരു പാലം പണിതെന്ന് വെച്ചു. പാലം പണിതിട്ട് അതിന്റെ സ്ട്രെങ്ത് പരിശോധിക്കാൻ ഞാൻ ഗ്വാളിയറിലെ ഒരു ലാൻറ്റേൺ, ഗ്വാളിയറിലെ ഒരു കൊട്ടാരത്തില് ഒരു വലിയൊരു ഷാൻഡ്ലിയർ ഉണ്ട്. അതെങ്ങാണ്ട് 3 ടണ്ണോ 4 ടൺസോ എങ്ങാണ്ട് വലിപ്പമുള്ളൊരു ഷാൻഡ്ലിയറാണ്. ഈ ഷാൻഡ്ലിയർ ഇവത്തെ തൂക്കിയിട്ടാൽ ഈ മേൽക്കൂര പോകുമോ എന്നറിയാൻ അന്നത്തെ രാജാവ്, ഗ്വാളിയർ രാജാവ്, ഈ മേൽക്കൂരയിലേക്ക് ഒരു റാമ്പ് ഇങ്ങനെ ഇട്ടിട്ട് 7 ആനകളെയോ, എത്ര ആനയാണെന്ന് എനിക്കറിയില്ല, 7 ആനകളെ ഇതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടാണ് അത് താഴെ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ ഷാൻഡ്ലിയർ അതിനകത്ത് ഫിക്സ് ചെയ്തത്. കാര്യം അല്ലെങ്കിൽ മനുഷ്യനിത് കാണാൻ പോകും, അല്ലെങ്കിൽ രാജാവ് അവിടെ വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തേന്? പോകുമില്ലെന്ന് അറിയാനായിട്ട്. അപ്പോൾ 7 ആനയെ കയറ്റിക്കോ എന്ന് ഇതിന്റെ എഞ്ചിനീയർ പറഞ്ഞത് എന്തുകൊണ്ടാ? അവന് നല്ല ഉറപ്പുണ്ട്
ഈ സാധനം താഴെ പോകത്തില്ലെന്ന്. ഒരു പാലം പണിതിട്ട് 20 ട്രക്ക് ഒരുമിച്ച് കയറ്റിക്കോ എന്നൊരു എഞ്ചിനീയർ പറയുമ്പോൾ അവൻ പോകുമോ ഇല്ലയോ എന്നുള്ള പേടി ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇതുപോലെ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ നീ എന്തോന്ന് വെച്ചാൽ ചെയ്യടാ, നീ അങ്ങ് പരീക്ഷിക്ക് എന്ന് കർത്താവ് അനുമതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ ഉറപ്പുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. കർത്താവിന്റെ ബലഹീനത പരീക്ഷിക്കാനല്ല, അവന്റെ ബലം പരീക്ഷിക്കാനാണ്. എന്താണ് പരീക്ഷിക്കാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാക്കുകൾക്കകത്തൊക്കെ ഞാൻ പറഞ്ഞാലും വാക്കുകൾക്കകത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ കയറി പിടിക്കാം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ പരീക്ഷിക്കാൻ പിശാച് തയ്യാറാകുന്നത്, പിശാചിന് ചിന്ത ഉണ്ടായിരിക്കും ചിലപ്പം അവൻ പരീക്ഷയിൽ അകപ്പെടുമെന്ന്. പക്ഷേ ദൈവത്തിന് ഒരിക്കലുമില്ല. പിശാചിനും ഒരു പക്ഷേ അറിയാം എന്നതിൻ്റെ ചിന്ത, യേശുവിനെ ഇതിനകത്ത് വീഴിക്കാൻ പറ്റില്ലെന്നുള്ളത്. പിന്നെ പിശാചിനുള്ള ഒരു ഗുണവും ദോഷവും ഉണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, തോക്കുമെന്നറിഞ്ഞാലും അവൻ എന്തു ചെയ്യും? പോരാടും. ഏറ്റവും ആത്യന്തികമായി പിശാചിന് എന്ത് സംഭവിക്കും എന്നുള്ളത് പിശാചിന് അറിയത്തില്ലയോ? അറിയാം. എന്നാലും അവന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ്, അത്രയും നാള് അവൻ എത്ര പേരെ തെറ്റിക്കാമോ അത്രയും പേരെ തെറ്റിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കാൻ അതവൻ പരിശ്രമിക്കും. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം. അതാണ് പിശാചിന്റെ പ്രശ്നം. ഓക്കെ, ഞാൻ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അവന് തന്നെയുള്ള ബോധ്യത്തിന് വേണ്ടിയല്ല, ഞാൻ നിരപവാദ്യനായിരിക്കണമെന്ന് ദൈവത്തിന് എന്നെ അതായത് എന്നെ ഏതെങ്കിലും രീതിയിൽ അപവാദം പറയാനായിട്ട് നോക്കുന്ന ഒരു പിശാചുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവൻ കുറ്റം ചുമത്തിക്കൊണ്ടേയിരിക്കും. അത് അവന്റെ സ്വഭാവമാണ്. ഈ ദൈവത്തിന് അവന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു പരിധിവരെ പിശാചിനും അവന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ല. കാര്യം അവന്റെ പേര് തന്നെ അക്യൂസർ എന്നാണ്. അവനത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെക്കുറിച്ചും ദൈവസന്നിധിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, യേശുവിനെ കുറിച്ചും വേണേ പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ സ്വഭാവം അതാണ്. അവന്റെ സ്വഭാവം. യേശു പാപം ചെയ്യുമായിരുന്നോ? കുറച്ചുകൂടെ പിശാച് കുറച്ചുകൂടെ പരിശ്രമിച്ചായിരുന്നെങ്കിൽ പാപം ചെയ്യുമായിരുന്നോ? അത് എനിക്കങ്ങനെ ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം അവൻ പാപം ചെയ്യുമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. പക്ഷേ പ്രലോഭനങ്ങൾ അവനുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അവന് പ്രലോഭനം ഉണ്ടായതും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവന് പ്രലോഭനങ്ങൾ ഉണ്ടായത് പുറത്തു നിന്നാണ്. യേശുവിൻ്റെ ഉള്ളിൽ ഒരിക്കലും പാപചിന്തകൾ ഉണ്ടായിരുന്നില്ല, പുറത്തു നിന്നാണ്. എനിക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഏർജൂടെ, അതായത് നോർമൽ മാൻ, എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീണ്ടും ജനിച്ച അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ പ്രലോഭനങ്ങൾ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെയുണ്ട്. ആദാമിന്റെ പ്രലോഭനം പോലും പുറത്തു നിന്നായിരുന്നു. കാര്യം ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ പാപമൊന്നും ഇല്ലായിരുന്നു. യേശുവിനെ പിശാച് പ്രലോഭിപ്പിക്കുമ്പോഴും ആദാമിനുണ്ടായതുപോലെയുള്ള പ്രലോഭനമാണ്. ഇറ്റ് വാസ് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് വാസ് നോട്ട് ഫ്രം ഇൻസൈഡ്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായിരുന്നു. അതുകൊണ്ട് വീണ്ടും ജനിക്കുമ്പോൾ എനിക്കൊരു പുതിയ ജനനം കർത്താവ് തന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രലോഭനങ്ങളെ എതിർക്കാനുള്ള ശക്തിയുണ്ട്. കാര്യം ഇത് പുറത്തുനിന്നാണ് വരുന്നത്. എൻ്റെ അകത്തെ മനുഷ്യനോ, എൻ്റെ പാപ സ്വഭാവമുള്ള മനുഷ്യനെ ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രൂശിച്ചിരിക്കുകയാണ്. എന്നാലും എനിക്ക് പ്രലോഭനം ഉണ്ടാകും. പക്ഷെ പ്രലോഭനം ഇപ്പോൾ എവിടുന്നാണ്? പുറത്തു നിന്നാണ്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്, എങ്കിലും ഞാനിത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് യേശു ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്താ, അവൻ പാപത്തിൽ വീണു പോകുമായിരുന്നൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. അത്രേ ഉള്ളൂ. അത്രയും മാത്രം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എബ്രായ ലേഖനത്തിൽ പറയുന്നതിന്റെ അർത്ഥമൊക്കെ വേറെ അർത്ഥത്തിലാണ്, അല്ലാതെ ഈ ഒരു അർത്ഥത്തിലല്ല. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് പോകുന്നില്ല.
தொல்லை கஷ்டங்கள் சோண்டிடும், துன்பம் துக்கம் வரும். இன்பத்தில் துன்பம் நேர்ந்திடும், இருளாய் தோன்றும் எங்கும். சோதனை வாரும் வேளையில் சோர் கேட்கும் செவியிலே, பாரத்திலிருந்து ஜெயம் வரும். ஹரன் என்னை காக்க பல்லோ. காக்கும் வல்ல மீட்பர் உண்டெனக்கு, உண்டெனக்கு, உண்டெனக்கு. காக்கும் வல்ல மீட்பர் உண்டெனக்கு, காத்திடுவார் யாதுமே. ஐயம் இருந்ததோர் காலத்தில் ஆவி கூரையை வாழ்த்தான். மீட்பருதீர பலத்தால் சத்துருவை வென்றே. என் பயம் யாவும் நீங்கிற்று, இயேசு கை தூக்கினார். முற்றும் என் உள்ளம் மாறிட்டு, ஏசன்னை காக்க வல்லோ. காக்கும் வல்ல மீட்பர் உண்டெனக்கு, உண்டெனக்கு, உண்டெனக்கு. காக்கும் வல்ல மீட்பர் உண்டெனக்கு, காத்திடுவார் யாதுமே. என்ன வந்தாலும் நம்புவேன் என் நேச மீட்பரை. யார் கைவிட்டாலும் பின் செல்வேன் எனது இயேசுவை. அகல ஆழ உயரமாய் எவ்வளவு அன்பு கூர்ந்தார். என்ன துன்பங்கள் வந்தாலும் அவர் என்னை கைவிட மாட்டார். காக்கும் வல்ல மீட்பர் உண்டெனக்கு, உண்டெனக்கு, உண்டெனக்கு. காக்கும் வல்ல மீட்பர் உண்டெனக்கு, காத்திடுவார்